ആ വാഹനവ്യൂഹം മധുരൈ എയർപോർട്ടും കടന്ന് മധുരയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള വിളച്ചേരി എന്ന ഗ്രാമത്തിലേക്ക് നീങ്ങുകയാണ്. റോഡിനിരുവശത്തും കണ്ണെത്താ ദൂരത്തോളം കരിമ്പിൻ പാടം പരന്നു കിടക്കുന്നു. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ വിളച്ചേരിയുടെ ഗ്രാമകവാടത്തിൽ അവർ എത്തിച്ചേർന്നു. ചെമ്മണ്ണിട്ട നാട്ടുവഴിയിലൂടെ വാഹനങ്ങൾ മെല്ലെ നീങ്ങിത്തുടങ്ങി. അവസാനം വലിയ വലിയ കമാനങ്ങളും ഗേറ്റും താണ്ടി ആ വാഹനം ഒരു കൊട്ടാര സമാനമായ വീടിന് മുമ്പിൽ എത്തിച്ചേർന്നു. അതിൽ നിന്നും മണിവർണ്ണനും സോളയും പുറത്തിറങ്ങി. വീടിനുള്ളിലേക്ക് പ്രവേശിക്കവേ മണിവർണ്ണൻ സോളയോട് പറഞ്ഞു, "വെൽക്കം ബോസ്, വെൽക്കം ടു മൈ ലിറ്റിൽ ഹട്ട്." അത് കേട്ടതും സോള പതിയെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "ഹട്ട്? ആ, എന്നാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റായ ഹട്ടായിരിക്കും." ഇതും പറഞ്ഞുകൊണ്ടവർ ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവർ രണ്ടുപേരും സോഫയിൽ ഇരിക്കവേ ഒരു വൃദ്ധയായ സ്ത്രീ ചെത്തിയ കരിക്കുകളുമായി അവർക്ക് അരികെ വന്നു. ആ സ്ത്രീ അവർക്ക് കരിക്കുകൾ നൽകവേ മണി സോളയ്ക്ക് അവരെ പരിചയപ്പെടുത്തി. "ബോസ്, ഇതാണ് എൻ്റെ അമ്മ. പേര് മല്ലികാമ്മാൾ. മുഴുവനും കുടിക്കണോട്ടോ." കരിക്ക് നൽകവേ മല്ലികാമ്മാൾ അവരോടായി പറഞ്ഞു. അതിനുശേഷം വീടിനുള്ളിലേക്ക് തിരിഞ്ഞു നടന്നു. "തീർച്ചയായും ഇത് വളരെ സ്വാദിഷ്ടമായ ഒന്നാണ്. താങ്ക് യു." സോള അവരോടായി നന്ദി പറഞ്ഞു. എന്നിട്ട് മണിയോട് ചോദിച്ചു, "മണി, നമ്മുടെ പ്ലാനുകൾ ഏതുവരെയായി?" ഇത് കേൾക്കവേ മണി തൻ്റെ അനുയായികളിൽ ഒരാളോട് ആ വലിയ മേശവലിപ്പിനുള്ളിൽ നിന്നും മാപ്പ് എടുത്തുകൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഒരാൾ ആ മേശയ്ക്ക് സമീപമായി നീങ്ങുന്നു. ശേഷം ആ മേശവലിപ്പ് തുറക്കുന്നു. അതിൽ അടുക്കി വച്ചിട്ടുള്ള മാപ്പുകൾ ഓരോന്നായി പരിശോധിക്കവേ ഏറ്റവും അടിയിലായി ഒരു പഴയ മാപ്പ് കണ്ടുകിട്ടുന്നു. തുകലിൽ വരച്ചിട്ടുള്ള ആ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര നിർമ്മിതിയുടെ വിവരങ്ങളായിരുന്നു.